ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് യക്ഷീനെ പോലെ എന്താ വന്നതെന്ന് ഉം, നോക്കണ്ട. ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് കൂടിയും ഉപകാരപ്രദമായിട്ടുള്ള ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ആ, അത് മുടിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ, അത് അവിടുന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട്. ആ ലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ തിരിച്ചു വെച്ചത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവരും അനുഭവിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു സംഭവമാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്ന സംഭവം. അപ്പം ഞാനിതിന് മുമ്പേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നവരത്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽ തേച്ചതിന് ശേഷം എനിക്ക് എൻ്റെ മുടിയിലുണ്ടായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ, പ്രൊമോഷൻ വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, എനിക്ക് പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യവും ഇല്ല. അപ്പം നവരത്നനെ കുറിച്ച് പറഞ്ഞപ്പോൾ, നവരത്ന നമ്മുടെ മലയാളീസിൻ്റെ ആർക്കൊന്നുമല്ല, വീഡിയോ ഏതോ ഒരു സാമിൻ്റെ എന്തോ എന്നാണ്, എനിക്കറിയില്ല സത്യത്തിൽ എന്താണെന്നത്, ആരുടേതാണെന്ന്, എവിടുന്ന ഉറവിടം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ നവരത്ന തേച്ചിട്ട് എനിക്ക് മുടി കൊഴിച്ചിൽ ആദ്യം നല്ലോണം ഉണ്ടായിരുന്നു. ആ മുടി കൊഴിച്ചിലൊക്കെ മാറി, കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസൊക്കെ വരൽ തുടങ്ങി. അങ്ങനെ നല്ലൊരു റിസൾട്ടായിരുന്നു എനിക്ക് നവരത്നയിൽ കിട്ടിയത്. നവരത്ന എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കിട്ടും. മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ചോദിച്ചാൽ നവരത്ന നിങ്ങൾക്ക് കിട്ടും. അപ്പം നവരത്ന തേക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുളിച്ചതിന് ശേഷം, നമ്മൾ കുളിച്ച് തല തോർത്തിയതിന് ശേഷം, തല നല്ലോണം തോർത്തിയതിന് ശേഷം കേട്ടോ, അല്ലാതെ കുളിച്ചപ്പാടൊക്കെ തലയിൽ നനവ് വെച്ചിട്ടൊന്നുമല്ല, കുളിച്ച് തല തോർത്തിയതിന് ശേഷം തലയിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേക്കും പോലെ തലയിൽ തേച്ചിടുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ നവരത്ന ഞാനൊരു 2 വർഷത്തോളമായി, 1.5 വർഷം 2 വർഷത്തോളമായി ഉപയോഗിക്കുന്നു. 1 വർഷം ഉപയോഗിച്ച് അതിന് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി കൊഴിച്ചിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നവരത്ന ഉപയോഗിച്ചാൽ മതി. നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നവരത്ന തേച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നവരത്ന തേക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പം നിങ്ങൾ എൻ്റെ ചാനലിൽ നോക്കിയാൽ 1 വർഷം മുമ്പത്തതാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാലേ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാനുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുള്ളൂ. അപ്പം എനിക്ക് ഈ ഒരു നവരത്ന, ഞാൻ പറഞ്ഞല്ലോ, നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമായിരുന്നു. എൻ്റെ മുടി കൊഴിച്ചിൽ മാറി, മുടിക്ക് നല്ല ലെങ്ത്ത് വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൈഗ്രെയിൻ വന്നുകൊണ്ടിരുന്നു. അപ്പം മൈഗ്രെയിൻ വന്നപ്പം ഞാൻ ഫോട്ടോ കൊടുത്തൊരു കസ്റ്റമർ, ഞാൻ മൈഗ്രെയിൻ വരുന്നതും ഹോസ്പിറ്റലിൽ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഒരു യൂട്യൂബറും കൂടി ആവുന്ന സമയത്ത്, അല്ലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ വിവരവും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ടാവും. അപ്പം നമ്മൾ അപ്പം എന്തിനു ഫുഡ് കഴിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാൻ കളിയാക്കാറുണ്ട് പലരും. എന്താ വാഷ്റൂമിൽ പോകുന്നത് എടുത്ത് പോസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ച് കളിയാക്കുന്നവരാരുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ കഴിയുന്നതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പം ആ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നൊരു ഭാഗമായിട്ട് ഞാൻ മൈഗ്രെയിൻ വന്നാൽ ഹോസ്പിറ്റലിൽ പോകുന്നതും എനിക്ക് എന്താണ് മെഡിസിൻ എടുക്കുന്നതെന്നും എനിക്ക് മൈഗ്രെയിൻ്റെ ടെൻഡൻസി എന്താണെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. ഏതോ പാർട്ടിക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. റോഡുമ്മ കൂടിയ പ്രകടനവുമായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് എന്താണെന്ന് നോക്കിയതാണ്. ഏത് പാർട്ടിയാണെന്നോ എന്തിനെ പറ്റിയാണെന്നോ ഉള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് എടുത്ത് ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട്.
അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് ഏകദേശം ഒരു 1500 1800 ആൾക്കാരുടെ അടുത്ത് വാച്ച് ചെയ്യുന്നതാണ്. കാരണം അത്രയും കാലത്തെ ഞാൻ എന്താ പറയുക, വര തുടങ്ങി അന്ന് തൊട്ടിട്ടുള്ള കോണ്ടാക്റ്റ് എൻ്റെ ഫോണിലുള്ളതാണ്. അപ്പം അതിൽ എന്നോട് ഫോട്ടോ മേടിച്ച ഒരു കസ്റ്റമർ ഒരാൾ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടപ്പം എന്താ കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞു മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു അവർക്കുണ്ട് അവർക്കുണ്ടായിരുന്നു മൈഗ്രെയിൻ. അവർ ഏതോ ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ച സമയത്ത്, ഇത് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കും ഒരു ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പം അവർ ഏതോ ഒരു ആയുർവേദം ഡോക്ടറെ കാണിച്ച സമയത്ത് എണ്ണ തീരും തലയിൽ തൊടാതെ നിന്നാൽ മൈഗ്രെയിൻ നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും. എണ്ണ എന്ന് വെച്ചാൽ ഒരു രീതിയിലുള്ള എണ്ണയും തലയിൽ തീരും തേക്കാതിരുന്നാൽ മൈഗ്രെയിൻ ടെൻഡൻസി നന്നായിട്ട് കുറയുകയും മൈഗ്രെയിന് നല്ല ശമനം കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കേട്ടപ്പോൾ ഞാൻ എന്താക്കി, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള നിലയിൽ ഞാൻ ഈ നവരത്ന ഉപയോഗിക്കൽ 2 ദിവസം കുടുംബം തേക്കും. പിന്നെ മെല്ലെ 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 ഒറ്റയടിക്ക് നമുക്ക് ഒരു കാര്യവും നമുക്ക് നിർത്താൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ മെല്ലെ ഈ ഒരു നവരത്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വെളിച്ചെണ്ണ പൂർണ്ണമായിട്ടും എൻ്റെ ലൈഫിൽ നിന്ന് ഞാനങ്ങ് എടുത്തു മാറ്റി. കാരണം ആ ഒരു എടുത്തു മാറ്റലോടുകൂടെ എനിക്ക് മൈഗ്രെയിന് നല്ല മാറ്റം കിട്ടിയിട്ടോ. ആ മൈഗ്രെയിന് അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. മുമ്പ് എനിക്ക് മൈഗ്രെയിൻ വരുന്നതിൻ്റെ 1/4 ഭാഗമൊക്കെ പിന്നീട് എനിക്ക് മൈഗ്രെയിൻ വന്നിട്ടുള്ളൂ. അപ്പം അത് നല്ല അടിപൊളി ഒരു റിസൾട്ടായിട്ട് എനിക്ക് വന്നപ്പം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എടുത്തു കളഞ്ഞ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നൊരു സംഭവം എൻ്റെ ലൈഫിലേക്ക് വീണ്ടും ആ ഒരു വില്ലനെ പോലെയായി വന്നപ്പം എന്താ പറയുക, ചെറിയ കാറ്റ് വീശിയത് പോകണമെന്നല്ല, വാളെടുത്ത് വീശിയത് പോകണം തന്നെയാണ് എൻ്റെ ലൈഫിലേക്ക് മുടി കൊഴിച്ചിൽ വന്നത്. അപ്പോൾ വീണ്ടും ഈ നവരത്ന തേക്ക് വെച്ചാൽ എനിക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് ഞാൻ വീണ്ടും പോവും. നവരത്ന തേക്കാതിരുന്നാൽ മുടി കൊഴിച്ചിൽ, ഇങ്ങനെ അത്യാവശ്യം മുടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം ആ മുടി എന്ന് പറയുന്നൊരു സംഭവം എൻ്റെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് നിൽക്കുക എന്നുള്ള ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു ഡയലോഗിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിപ്പോയി എൻ്റെ ലൈഫ് പോകുന്നത്. അപ്പം എന്ത് ചെയ്യുമെന്നുള്ള ഒരു എന്താ പറയുക, ഭയങ്കര ടെൻഷനിലായിപ്പോയി ഞാൻ. എന്താ ചെയ്യുക, ഇനി മുമ്പോട്ട് എങ്ങനെ എന്ന്. കാരണം വേറെ എന്തൊരു കാര്യത്തിലും എല്ലാവരും കോംപ്രമൈസ് ചെയ്യും, പക്ഷെ നമ്മുടെ മുടിയുടെ കാര്യത്തിൽ നമുക്ക് ആർക്കും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു സംഭവമാണല്ലോ. വേറെ എന്തൊരു കാര്യത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മളുടെ കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരാളുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, അത് നമ്മുടെ മുടിയായി, നമ്മുടെ ഡ്രസ്സായി, അല്ലെ നമ്മളുടെ സംസാരമായി, ഇതൊക്കെ നമുക്ക് കോൺഫിഡൻറ്റ് തരുന്ന ഒക്കെ രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പം നമുക്ക് നമ്മുടെ മുടി നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ആകെ ഡൗൺ ആയി പോവും ഇല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ മുടി എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, മുടിയില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്കൊക്കെ അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളെ കോൺഫിഡൻറ്റിന് അവിടെ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വരിക ചെയ്യാം. ഞാനെന്ന് വെച്ചാൽ മുടിയൊക്കെ കളർ ചെയ്യുകയും ചെയ്ത ഒരാളാണ്. അപ്പം മുടിക്കൊക്കെ പെട്ടെന്ന്, എൻ്റെയൊക്കെ മുടിക്ക് പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഒരു പ്രശ്നം വരികയും, ഈ പറഞ്ഞതുപോലെ മുടി കൊഴിച്ചിൽ വരുന്ന ഒരു പ്രശ്നത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും നവരത്ന തേക്കാതെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാൻ തീരുമാനിച്ചു, സ്കിൻ ഡോക്ടർ. അപ്പം നഹാസ് ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു ക്ലിനിക്ക് ഉണ്ട്. അപ്പം അരയടത്ത് പാലം, നല്ല ക്ലിനിക്കാട്ടോ. ഞാൻ ഇതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ അവിടെ പോയിട്ടുണ്ട്. അപ്പം ഡോക്ടറെ പോയിട്ട് കണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പം ഡോക്ടർ എനിക്കൊരു സെറം എഴുതി തന്നു. അപ്പോൾ സെറം എഴുതി തന്നപ്പോൾ ഞാൻ എന്താക്കി, ആദ്യം പോയത് എൻ്റെ മുഖത്തൊക്കെ ചെറുതായിട്ടൊരു കറുപ്പ് കളറുണ്ടായിരുന്നു.
നമ്മൾ പാലുണ്ണി, അരിമ്പാറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം എൻ്റെ ഫേസിൻ്റെ അകത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ പോയ സമയത്താണ് ഡോക്ടറോട് ഞാൻ മുടി കൊഴിച്ചിലിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ എനിക്ക് ആ പ്രിസ്ക്രിപ്ഷൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു സെറം എഴുതി തന്നു. അപ്പം എന്നോട് പറഞ്ഞു അത് തേച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സെറത്തിന് എത്ര 1450 രൂപ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ സെറം ഒന്നും മേടിക്കണ്ട, ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ, സെറം ഒന്നും മേടിക്കണ്ട, ആ എയർ ഫോൾ അങ്ങ് മാറുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ അവിടുന്ന് തിരിച്ച് വീട്ടിൽ പോന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഈ പിന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കൂടുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ കൂടുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പം ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി ഞാൻ ഡോക്ടറോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ മുടി കൊഴിച്ചിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു സെറം തന്നതല്ലേ, അത് തേച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ തേച്ച് എന്ന് പറഞ്ഞു. ഡോക്ടറെ അടുത്ത് ഞാൻ കള്ളത്തരം പറഞ്ഞു കേട്ടോ, സത്യസന്ധമായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നതിന് എന്താ. അപ്പം ഡോക്ടർ ഡേറ്റ് നോക്കി 10 ദിവസം ആവുന്നല്ലേ ഉള്ളൂ, അത് റിസൾട്ട് അങ്ങ് കിട്ടിക്കോളും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഡോക്ടറെ, നന്നായിട്ട് മുടി കൊയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ മുടിക്കൊന്നും ഇങ്ങനെ വലിച്ച് കാണിച്ചു കൊടുത്തപ്പം എന്നോട് പറഞ്ഞു നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെല്ലാം കൂടി എനിക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തന്നു. ഒരു 4-5 ടെസ്റ്റിന് എഴുതി തന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ താഴെ എന്താ മൈക്രോ ലാബ് എന്നങ്ങണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ലാബ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ബില്ല് ചെയ്തപ്പം 1400 രൂപേൻ്റെ ടെസ്റ്റ് നമുക്ക് ചെയ്യാനുണ്ട്. ബില്ല് ചെയ്തിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് എങ്ങനെ നോക്കിയിട്ട് എനിക്ക് വെയിൻ കിട്ടുന്നില്ല. അപ്പം അതിൽ എന്തൊക്കെ ടെസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് കൈയിൻ്റെ ഇവിടുന്നോ ആയിട്ട് മാത്രമേ നമുക്ക് പിന്നെ ബ്ലഡ് എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് പൊതുവേ വെയിൻ കിട്ടാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ വെയിൻ കിട്ടാതിരിക്കുന്ന സമയത്ത് എനിക്ക് കാലിലിട്ടിട്ടാണ് ഇഞ്ചക്ഷനൊക്കെ തരാറ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വെയിൻ കിട്ടാത്ത ഒരാളാണ്, അപ്പം നിങ്ങൾ കാലിൽ നിന്ന് ബ്ലഡ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് കാലിൽ നിന്നൊന്നും ബ്ലഡ് എടുക്കാൻ പറ്റില്ല, നമ്മളെ കൈയുടെ ഈ മടുക്കുന്നോ അല്ലെ കൈ പറ്റിയെന്നോ വേണം. ഇപ്പോൾ കണ്ടില്ലേ ഞരമ്പൊക്കെ കാണുന്നു, അന്നപ്പോൾ ഞരമ്പൊന്നും ഇല്ലായിരുന്നു. കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കൊണ്ട് ഫിനർഗാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഞ്ചക്ഷനാണ്. അത് ഞരമ്പിലും വെച്ച് എനിക്ക് ഞരമ്പൊക്കെ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടോ. അങ്ങനെ അവിടുന്ന് അവർക്ക് ഞരമ്പ് കിട്ടാത്തൊരു സാഹചര്യം വന്ന് അപ്പോൾ ഒരു മണിക്കൂർ പോലെ ഒരു 10-15 കുത്തലെങ്കിലും ആ കുട്ടി എൻ്റെ കൈക്കിട്ട് കുത്തിയിട്ടുണ്ടാവും. എന്നിട്ടൊന്നും എനിക്ക് വെയിൻ എവിടെയും കിട്ടുന്നില്ല. വെയിൻ കിട്ടുന്നത് പെട്ടെന്ന് വെയിൻ ഔട്ടായി പോവുക. അപ്പോൾ ഞാൻ എന്താക്കി, ഈ ഡോക്ടറെ അടുത്തേക്ക് തിരിച്ച് ഡോക്ടർ അതിൻ്റെ ചേരല. അപ്പം ഞാൻ നേരെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ വെയിൻ കിട്ടുന്നില്ല, ഞാൻ ഈ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ റിസൾട്ട് വാട്സപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ അങ്ങനെ ചെയ്തോളൂ, റിസൾട്ട് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും സെറം വന്നല്ലേ. അപ്പം ഞാൻ ഫസ്റ്റത്തെ പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ സെറം ഒന്നുകൂടി എഴുതി തരുമോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എനിക്ക് തികയാഞ്ഞിട്ടാണെന്ന് കള്ളത്തരം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എനിക്ക് സെറം ഒരിക്കൽ കൂടി പ്രിസ്ക്രിപ്ഷനിൽ എഴുതി തന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അവരോട് ചോദിച്ചപ്പം അവിടെ നിന്ന് മേടിക്കുകയും ചെയ്തു. താഴെ ലാബിൽ നിന്ന് എനിക്ക് റിട്ടേൺ പൈസ ഇങ്ങോട്ട് അയച്ചു തരികയാണ് ചെയ്തത്. അവിടെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ബില്ല് ചെയ്യുക. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, അല്ല ബില്ല് ചെയ്തതിന് ശേഷമാണ് ബ്ലഡ് എടുക്കാൻ നോക്കിയത്. എല്ലായിടത്തും സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ചെയ്യാറ്. അങ്ങനെ ഞാൻ അവിടുന്ന് സെറം മേടിച്ചു. എന്നെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കറിയാം, ഞാൻ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സെറം മേടിച്ചിട്ട് ഏകദേശം 10-15 ദിവസത്തിൻ്റെ അടുത്ത് 10 ദിവസത്തിൻ്റെ പുറത്തായിട്ടുണ്ട് ആ സെറം മേടിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. ഇതാണ് ആ സെറം വരുന്നത്, കണ്ടോ? ഈ സെറാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ 1450 രൂപയാണ് ഈ ഒരു സെറത്തിന് വരുന്നത്. 1450 രൂപ. പക്ഷേ ഈ സെറം തേച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഗൈസ്. എൻ്റെ മുടി കൊഴിച്ചിൽ പകുതി മുക്കാൽ മാറിയെന്ന് പറയാം. ആദ്യം മുടി ഊരുന്നതും ഇപ്പം മുടി ഊരുന്നതും തമ്മിൽ നല്ല മാറ്റമുണ്ട്.
പൈസ കൊടുത്താൽ ചിലതൊക്കെ മാറി കിട്ടുമെന്ന് പറയൽ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സെറം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാനും മറ്റൊരാളുടേത് കണ്ട് അനുകരിക്കുക മറ്റൊരാളെ ഫോളോ ചെയ്തിട്ട് പോകാനൊന്നും പറ്റൂല എന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ ഇതെനിക്ക് നല്ല മുടി കൊഴിച്ചിലുള്ളത് കൊണ്ട് തന്നത്, ഇത് എല്ലാവർക്കും സൂട്ടാവുമോ എന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ. ആ കാര്യവും ഞാൻ പറഞ്ഞു തരാം. ഇത്രയും 60 മില്ലി ആയിട്ടുള്ളത്, 60 മില്ലിയാണുള്ളത്. അതിനാണ് 1450 രൂപ. കാണുന്നുണ്ടോ? ഏതാ 1450 രൂപ സെറം വരുന്നത്. ഇതാ 60 മില്ലിക്ക്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ നിങ്ങൾ കംഫർട്ടാണെങ്കിൽ നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചോളൂ കേട്ടോ. ഇത് നമ്മൾ ഈ സ്കാൽപ്പിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട്, അയ്യോ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത്, ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. മസാജ് ചെയ്തിട്ടും കൊടുത്താൽ മതി. അപ്പം അതിനാൽ നല്ല റിസൾട്ട് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാവോ എന്ന് ഉള്ളത് എനിക്കറിയില്ല, പക്ഷേ യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് വിശ്വാസം എന്നുള്ളത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഡോക്ടർ എൻ്റെ മുടിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയേ, അല്ലെ മുടി തൊട്ട് നോക്കിയേ, മുടി പരിശോധിച്ച് നോക്കിയേ, മുടിയുടെ അറ്റം നോക്കിയേ, ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ വിഷയമുണ്ട് എന്ന് പറഞ്ഞപ്പം തന്നെ ഡോക്ടർ എഴുതി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ മുടിയുടേതോ സ്കാൽപ്പ് നോക്കിയേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിങ്ങനെ മുടി കൊഴിച്ചിലുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഡോക്ടർ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് മുടി ഇങ്ങനെ വലിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മുടി ഇങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എഴുതി തന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും സൂട്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അതേപോലെ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നല്ലോണം മുടി നെറ്റി കയറിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, ഈ ഒരു ആഴ്ച കൊണ്ടുള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ. നല്ല മാറ്റമുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഇതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ്. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കലാണ്. അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല മാറ്റം എനിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആ മാറ്റം കാണുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഇങ്ങനെ മുടി കൊഴിച്ചിലുമായിട്ട് ബുദ്ധിമുട്ടാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളി എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര എക്സ്പെൻസീവാണ് സംഭവം. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുകയും കാര്യങ്ങളൊന്നുമില്ല. ആർക്കെങ്കിലും കംഫർട്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക. എന്നിട്ട് ഇതേപോലെ സ്കാൽപ്പിലാക്കിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു വിശ്വാസപ്രകാരമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം എടുത്തു വെച്ച് പറയാണ്, പ്രമോഷൻ വീഡിയോയും കാര്യവും ഒന്നുമല്ല ഇത്. പ്രമോഷൻ ചെയ്തിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് അരി വാങ്ങാൻ പോലൊന്നും തരുമായിരുന്നെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ ഞാനതാണ് ആരോടും നിർബന്ധിച്ചിട്ട് ആരും മേടിക്കേണ്ട. നിങ്ങൾക്ക് കംഫർട്ടാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എനിക്കിതിൻ്റെ താഴെ കമൻ്റ് ഇടുക. ആർക്കെങ്കിലും മേടിച്ച് നോക്കാനും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ഇടുക. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ മേടിക്കുക, നിങ്ങൾ ഉപയോഗിക്കുക. ഇനി ജസ്റ്റ് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും പോയിട്ട് ചെയ്യാനും നിൽക്കണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ നവരത്ന നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതിന് ചെറിയ കുപ്പി തൊട്ടിട്ട് വലുത് വരെ ഉണ്ട്. സ്റ്റാർട്ടിങ് ഈ പറഞ്ഞത് വേണം 60 മില്ലി തൊട്ടിട്ട് ഉണ്ട്. നമുക്ക് ചെറിയ ബോട്ടിൽ മേടിച്ചിട്ട് റിസൾട്ട് ഇട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് വലുത് മേടിച്ചാൽ മതി എന്നുള്ളതാണ് നവരത്നയുടെ ഒരു ഉപകാരം, അല്ലെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ
നിങ്ങൾക്ക് നവരത്ന തേച്ച് വെക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നവരത്ന തേച്ച് വെക്കുക. ഇത് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മേടിച്ച് നോക്കുക. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ജോലി ചെയ്യട്ടെ, എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയ ഞാൻ ലൈവിൽ വന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. അതേപോലെ നിങ്ങൾ ആർക്കെങ്കിലും ഇതേപോലെ മുടി കൊഴിച്ചിലുള്ള ആർക്കെങ്കിലും നിങ്ങളെ പരിചയത്തിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒരു ഉപകാരം, നമുക്ക് ഉപദ്രവമില്ലാത്തൊരു ഉപകാരം ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു നിലയിൽ അത് നിങ്ങൾ ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.